ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വാഴൻ്റെ മണി കൊണ്ടിട്ടുള്ള തോരനാണ്. അപ്പോൾ വാഴമണി തോരൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. അതിനായിട്ട് ഈ വാഴമണിയിലെ ഇതളുകൾ ഈ വൈറ്റ് കളർ കാണുന്നത് വരെ നന്നായിട്ടൊന്ന് റെഡ് കളറിലുള്ള ഇതളൊക്കെ പോകുന്ന വരെയും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് എന്താ പറയുക, ഒരു കയ്പ്പ് ഉണ്ടാവും. ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കയ്പ്പ് മാറാനായിട്ട് നമുക്ക് വെള്ളത്തിൽ 2 മൂടി അളവിൽ 2 സ്പൂൺ അളവിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൽ ചവർപ്പ് മാറിക്കിട്ടും. ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉള്ളി അരിഞ്ഞതും, വെളുത്തുള്ളി, പച്ചമുളകും, തേങ്ങ ചിരവിയതും. അതിനായിട്ട് പാന് ചൂടാവാനായിട്ട് വെക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും ചെറിയ ജീരകവും പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി, ഉള്ളി അരിഞ്ഞതും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി വരാവുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് തേങ്ങ ചിരകി വെച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചിരകിയിട്ടും നന്നായിട്ടൊന്ന് അതിൽ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിനാഗിരിയിൽ ഇട്ട് വെച്ചിരിക്കുന്ന വാഴമണി അത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ അതിൽ ചവർപ്പൊക്കെ പോയിട്ടുണ്ടാവും. ഇനി ഒരിക്കലും കൂടി നല്ല വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് തോരൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിലൊരു ചവർപ്പൊക്കെ നമുക്ക് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് വിനാഗിരിയിൽ ഇട്ട് വെക്കുന്നത്. വിനാഗിരിക്ക് പകരം നമുക്ക് മോരും വെള്ളത്തിൽ വേണമെങ്കിൽ ഇട്ട് വെക്കാം. അപ്പോൾ അതിൽ ചവർപ്പൊക്കെ അങ്ങനെ പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലാതെ ചെയ്യണവർക്കും കുഴപ്പമില്ല. അതിൽ ചെറുതായിട്ടൊരു ചവർപ്പുണ്ടാവും. ഒരു 5 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഒരു കടുക് അളവിൽ ഉപ്പിട്ട് കൊടുത്താൽ മതിയാവും. ഇല്ലെങ്കിൽ ഉപ്പിക്കും ചെയ്യും. വാഴമണി ഒരു ഇത്തിരിയെല്ലാം ഉണ്ടാവുള്ളൂ. അപ്പോൾ 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തതിന് നമ്മുടെ വാഴമണി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.